സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന പാരന്റ്സ് വളർത്തിയെടുക്കുന്നത് ഗുഡ് ലയേഴ്സിനെ മാത്രമാണ്. നിങ്ങളെ ഉപദ്രവിച്ച ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ നേരിടുക? വായോണ്ട് തിരിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ച ഒരാളുണ്ടെങ്കിൽ ഞാൻ ശാരീരികമായി ഉപദ്രവിച്ചാൽ കേസ് കൊടുക്കുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? അവര് അന്വേഷിക്കും. അമ്മാവന്മാരെ ബീഡി വലിക്കുമ്പോ ഒരു കുഴപ്പമില്ല, അമ്മാവന്മാരല്ലേ കുഴപ്പമില്ല, അടുപ്പിലാവാലോ അവർക്ക്. ആണുങ്ങളെ പോലെ മകളെ വളർത്തി ആണുങ്ങൾ ഇടുന്ന ഡ്രസ് എല്ലാം ആണുങ്ങളെ പോലെ വേണ്ട എന്താ കുഴപ്പം? അതാണ് പറഞ്ഞ 3 മാസം ഞങ്ങൾ ആ സദാചാരത്തിൽ ഞങ്ങൾ സെക്യൂർ ആയിരുന്നു. ഹരിപ്പാട്ടിൽ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ മുത്തച്ഛനെ കൊന്ന കഥ. 13കാരി മുത്തച്ഛനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്ത കഥ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഈ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ പെട്ടെന്ന് മൊബൈലിൽ ഒരു പോപ്പപ്പ് വന്ന് അത് വായിച്ച് പുള്ളിക്കാരി ഞെട്ടുന്നത് കണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ തെലങ്കാനയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂൾ ഹെഡ് മിസ്ട്രസിനെ കൊലപ്പെടുത്തി പണം അപഹരിച്ച വാർത്തയാണ് കാണാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത ഒരവസ്ഥയിൽ നാം ഓരോരുത്തരും നിൽക്കുന്നു. രക്ഷകർത്താക്കളെ ഏതെങ്കിലും രീതിയിൽ കരഞ്ഞു പേടിപ്പിച്ചോ ഒക്കെ വളർന്നിരുന്ന ഒരു ബാല്യം നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങോ പോയി മറഞ്ഞു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് കാരണക്കാർ നമ്മൾ ഓരോരുത്തരും തന്നെയാണോ എന്നൊന്ന് ചർച്ച ചെയ്യാം. ശ്രീ ബെന്നി വാഴപ്പള്ളി, 2 കുട്ടികളുണ്ട് അല്ലേ? അതെ. എന്താ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഈ നാട്ടില് ഞാൻ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി പോയി. അതിനകത്ത് ശരിക്കും അത് ആരുടെ ഭാഗത്താണ് നമ്മുടെ സമൂഹം നിൽക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോഴുള്ളത്. അപ്പം ഈ 13കാരിയായ ഒരു കുട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദ സൊസൈറ്റി. ഇന്ന് നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ഓരോ മൊബൈൽ ഫോണിലുള്ള ഗെയിമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാമെന്ന് പറഞ്ഞാൽ ആ ഗെയിം ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാമെന്നുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. ഏതെല്ലാം രീതിയിൽ അറ്റാക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ സ്റ്റാബ് ചെയ്യാം, എവിടെന്നെല്ലാം വെടിവെക്കാം, പബ്ജി പോലെ. യെസ്. അപ്പം അങ്ങനെയുള്ള അതിനകത്തൊക്കെ കുട്ടികൾ ഇതിനകത്ത് ഓരോ ദിവസവും ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഫാമിലി എൻവയോൺമെൻറ്റ് ഒരു കുടുംബത്തിലും ഇല്ല. പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പേരൻസിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. ബാഡ് പേരൻറ്റിങ് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല. പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അഫെക്ഷനേറ്റ് ആയിട്ട് ലവബിളായിട്ട് കുട്ടികളോട് പെരുമാറും, ഇന്നത്തെ തലമുറയ്ക്ക് അത് എത്രത്തോളം വേണം എന്നുള്ളതും കൂടെ ഒരു വലിയ ചോദ്യം. നമ്മൾ കൂടുതൽ അഫെക്ഷനേറ്റ് ആകുമ്പോൾ അവർക്ക് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. എന്താ അതുല്യ പറയാൻ? അല്ല അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇൻഫ്ലുവൻഷ്യൽ വൈസ് പറയുകയാണെങ്കിൽ വിഷ്വൽ ഇൻഫ്ലുവൻസ് പറയാം. കാരണം പണ്ടത്തെ രീതിയിലുള്ള സിനിമകൾ സ്നേഹത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ചേട്ടൻ മക്കളെ വളർത്തുന്ന രീതി, ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള മൂവീസൊക്കെ കൂടുതൽ നമ്മൾ കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ബ്രൂട്ടലി മർഡറിങ്, സൈക്കോ ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്ന രീതിയിലാകുമ്പോൾ മറ്റേ എക്സാക്ട്ലി അങ്ങനത്തെ ഒരുപാട് മൂവീസ് നമുക്ക് ഇപ്പോ കാണാൻ പറ്റില്ല. ഒരു സിനിമ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾ ഇൻഫ്ലുവൻഷ്യൽ ആണ്. മൂവീസ് ആർ വെരി മച്ച് ഇൻഫ്ലുവൻഷ്യൽ. പ്രത്യേകിച്ച് ഒരു പ്രായം വരെ നല്ല ലോകത്തിൽ ഇന്ന് പറഞ്ഞേക്കുന്ന മനുഷ്യനെ ഇത്രത്തോളം സ്വാധീനിക്കുന്ന വേറൊരു മീഡിയ ഇല്ല. വിഷ്വൽ മീഡിയ ഒരു ബിസിനസ് ആണല്ലോ. അല്ലല്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഈവൻ സൈക്കോളജി സിനിമകൾ ഉണ്ടായിരുന്നു. പണ്ട് നല്ല സിനിമകളായിരുന്നു. സത്യനന്ദിക്കാടിന്റെ ഒക്കെ പോലുള്ള ഫീൽ ഗുഡ് സിനിമകളായിരുന്നു. അല്ല, കാലം മാറിയില്ലേ? ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു കിരീടം പോലെ ഒരു സിനിമ, അല്ലെ തേന്മാവിൻ കൊമ്പത്ത് പോലെ ഒരു സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ അതേപോലെ മേക്ക് ചെയ്ത് കൊണ്ടുവന്ന് സത്യനന്ദിക്കാട് ആയാലും പോലും ഞാനൊരു കാര്യം ചോദിച്ചത്, എനിക്ക് ശരിക്കും ഈ ഹരിപ്പാട്ടിലെ കഥ ആൻഡ്രൂസൻ എന്ന് പറയും. തുടക്കം മുതൽ ഹരിപ്പാട്ടിൽ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ മുത്തച്ഛനെ കൊന്ന കഥ ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകർക്ക് മുഴുവൻ ഇനി തുടക്കം മുതൽ ഒടുക്കം വരെ അറിയത്തില്ലായിരിക്കും. അതൊന്ന് പറയൂ. ഇപ്പോ കഥ എന്ന് പറയുമ്പോ പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞതും പത്രമാധ്യമങ്ങൾ അങ്ങനെയല്ല. ഒരു ദിവസം രാവിലെ വീട്ടിലെത്തുമ്പോൾ മുത്തച്ഛനെ കതവ് തുറക്കുന്നില്ല എന്ന് അടുത്ത കടയിൽ പോയി 13 വയസ്സുകാരി പറയുന്നു. അവിടെ നിന്ന് ആൾക്കാർ കൂടുന്നു. അവരുടെ ആശുപത്രിയിലായ അമ്മ വിളിക്കുന്നു. അമ്മ വിളിച്ച നാട്ടിലെ SNDPയുടെ നമ്പർ ചോദിക്കുന്നു. കടക്കാർ SNDPയുടെ നമ്പർ കൊടുക്കുന്നു. നാട്ടുകാർ ചേർന്ന് ആ വീട് തുറക്കുന്നു. അതിനകത്ത് മരണപ്പെട്ട് കിടക്കുന്ന മുത്തച്ഛനെ കാണുന്നു.
മുത്തശ്ശൻ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ഒരു ഭാവവ്യത്യാസം ഇല്ല എന്നുള്ളതാണ് അവിടുന്ന് തുടങ്ങുന്നത്. അതെ 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 ഇപ്പൊ രണ്ട് രീതിയിൽ ചിന്തിക്കണം ജിക്ക്. ഇപ്പോ അത് കൂട്ടുകാരെ വിളിച്ചു വരുത്തി കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു മാനസിക തലത്തിലേക്ക് ആ കുഞ്ഞ് എത്തണമെങ്കിൽ എന്തൊക്കെ പീഡനങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടാവും. അതിന് ഉത്തരവാദി ഇപ്പൊ ഇതിന്റെ ഒരു മൊഴിയിൽ പറയുന്നുണ്ട് മുത്തച്ഛൻ പീഡിപ്പിച്ചു. അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. എങ്കിലും അങ്ങനെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അത്രയും ബോൾഡായി മാറി ഒരു കൊലപാതകം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആ കുട്ടി എത്രത്തോളം ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതൊരു കാര്യം പറഞ്ഞു. ഈ കുഞ്ഞിന്റെ അമ്മയുടെ അച്ഛൻ, അതായത് ഈ മുത്തച്ഛൻ, ഈ കുഞ്ഞിനെ ഒറ്റപ്പെടാതിരിക്കാൻ വിളിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ നിർത്തിയ മുത്തച്ഛനാണ്. മനസ്സിലായില്ലേ? ഈ മുത്തച്ഛൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗുഡ് പേരന്റിങ്ങിൽ എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞ് നമുക്കൊരു കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല. ഇതൊക്കെ ഒരു വൈരാഗ്യ തലത്തിലേക്ക് കൊണ്ടുപോകാവുന്ന രീതിയിൽ അത്രത്തോളം മാനസിക സംഘർഷത്തിൽ ആ കുഞ്ഞ് എത്തിയെങ്കിൽ അതിന്റെ കാരണമാണ്. മുത്തച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചത് എൻ്റെ അച്ഛനെയാണ്. എൻ്റെ അച്ഛനാണ് എൻ്റെ മക്കളെ വളർത്തി. കാര്യം എൻ്റെ അമ്മ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അപ്പൊ എൻ്റെ കുട്ടികൾ 4 പേരെയും വളർത്തിയതിൽ വലിയൊരു ഭാഗം എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ പുള്ളിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ദുരഭിമാനം എന്ന് വേണേൽ പറയാം. അതായത് എൻ്റെ കുട്ടികളെ പാമ്പേഴ്സ് ഇങ്ങനെ ഇത് മാറ്റുന്നതും പുള്ളിക്ക് അതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമയാണ്. എനിക്ക് ആ ദിവസങ്ങള് എൻ്റെ മക്കളെ ഹാൻഡിൽ ചെയ്ത്, ഞാനും എൻ്റെ സിസ്റ്ററും അത് ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പപ്പ എൻ്റെ ചെറുപ്പം മുതലേ പറയുമായിരുന്നു, അതാ ഞാൻ ഇങ്ങനെ കിടക്കുന്നൊക്കെ ഒരവസ്ഥ വന്നാൽ മോളെ ഞാൻ എന്തെങ്കിലും ചെയ്യും, എനിക്ക് ആരും എന്നെ അങ്ങനെ നോക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയും. പക്ഷെ എൻ്റെ മോൾ ഇന്ന് വരെ, എൻ്റെ ഒരു മോള് കൃത്യമായി പറയാം, ആ ട്രോമയിൽ ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ഞങ്ങളും വന്നിട്ടില്ല. ഞങ്ങളുടെ അച്ഛൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി കിടക്കണ്ട എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷെ അത് ഈ കുട്ടികൾ, എൻ്റെ കുട്ടികളെല്ലാം ചെറുത്, എൻ്റെ ഇളയ മോന് 3 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടികളെ കാറി കയറ്റി എല്ലായിടത്തും കൊണ്ടുപോകുന്നു, നോക്കിയതും വളർത്തിയതും ഒക്കെ എൻ്റെ അച്ഛനല്ലേ. അല്ല, എല്ലായിടത്തും അൺകണ്ടീഷണൽ ലവ് കിട്ടുന്നത് ഗ്രാൻഡ് പേരൻസിൽ നിന്നാണ്. പേരൻസിന് ഒരിക്കലും അത്ര നിഷ്കളങ്കമായി മക്കളെ സ്നേഹിക്കാൻ കഴിയണമെന്നില്ല. അല്ല, നമ്മൾ ഈ കുട്ടിയുടെ ഇതിപ്പോ ഏത് പേരന്റിങ്ങിനെ നമുക്ക് തന്നെ എന്ത് പറയുന്നു? ഒരു കുട്ടിയും മോശമായിട്ട് ജനിക്കുന്നില്ല. ജനിക്കുമ്പോൾ എല്ലാവരും തുല്യരാണ്. അവർ വളരുന്ന സാഹചര്യം, വളർത്തുന്ന ആൾക്കാർ, അത് കഴിഞ്ഞ് അവർ വീട് വിട്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ കൂടെ കൂടുന്ന കൂട്ടുകാർ, എല്ലാം ഇതിന് 1 by 1 ആയിട്ട് ഇതിനൊരു കാരണമാണ്, റീസണാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ പുറത്തിറങ്ങുന്ന കുട്ടികൾ പുറത്തിറങ്ങുന്നത് മിനിമം ഇപ്പം ചെറിയ കുട്ടികളെ വിടുന്നുണ്ട്, ഒരു 3-4 വയസ്സ്, അത്രയെങ്കിലും നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കാനും അവരോട് സംസാരിക്കാനും അവർക്ക് അവരുടെ വിഷമങ്ങൾ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനും പാരന്റിങ്ങിന് ഇന്ന് പണ്ടത്തെ പോലെ സമയമില്ല. അതൊരു വലിയ കാരണമാണ്. സംസാരങ്ങൾ കുറയുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. കുട്ടികൾക്ക് ഇത് ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരാളോട് ഷെയർ ചെയ്യാനും, അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നല്ലേ അവർ ഷെയർ ചെയ്യുള്ളൂ. 13-കാരി ഒരു കൊലപാതകത്തിന് മുതിരുമോ? അവള് കൂട്ടുകാരി ആയിട്ടുള്ള സുഹൃത്തുക്കളെ കൂട്ടി ആ ഒരു ചെറിയ എയർഹോളാണ് നമ്മൾ ആ വീടിന്റെ വിഷയം. ഞാനൊരു കാര്യം പറയാം. വല്യച്ഛൻ മുത്തച്ഛന്റെ കഞ്ഞിയിൽ വിഷമിട്ട് അല്ല കൊലപ്പെടുത്തിയത്. അല്ലെ, ഒളിഞ്ഞിരുന്ന് അപ്പൂപ്പന്റെ തലക്കടിച്ചല്ല, അതുമല്ല. ഇനി വലിയ പ്ലാൻ. അപ്പൊ ഇതിന്റെ എന്റെ ഒരു സംശയം ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ഒരു സംശയമാണ്, ഇതിന്റെ പിന്നിൽ മറ്റൊരാൾ ഉണ്ടായിക്കൂടില്ലേ? അതായത് ഈ ഒരു 13-കാരി കൊലപാതകം ചെയ്തെങ്കിൽ ഞാനൊരു കുഴപ്പം ചെയ്ത് വന്നാൽ എന്നെ നിർത്താൻ ഒരാൾ വേണം, അങ്ങനെയും ചിന്തിക്കൂടായില്ലേ? അല്ല, ഈ 3-4 പേര് വരുമ്പോഴും അവർക്ക് ഒരു കൂസലും ഇല്ലാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഭയമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവരെ ഇതിന് ഒരു പ്രശ്നത്തിൽ പെട്ടാൽ, ഇപ്പൊ ഞാനൊരു പ്രശ്നത്തിൽ പെട്ടാൽ എന്നെ ഒരാൾ നിർത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ള തിരിച്ചറിവുകളുള്ള ഒരു കാലഘട്ടം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കില്ല. തിരിച്ചറിവിന്റെ അങ്ങേറ്റമുള്ള നമ്മുടെ കുട്ടികളെ അറിവിന്റെ അങ്ങേറ്റം
അറിവിന്റെ അങ്ങേയറ്റം തിരിച്ചറിവിന്റെ അങ്ങേയറ്റം ആവില്ല. ആവില്ല. അറിവും തിരിച്ചറിവും ഞാൻ നമ്മളിപ്പോഴും നമ്മുടെ കുട്ടികളെ പറ്റി പറയുന്നത്, നമുക്ക് അന്ന് പണ്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിവേകവും വിവരവുമാണ് ഇന്ന് നമ്മുടെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ അവരുടെ വിഷ്വൽ മീഡിയയിലും അവരിന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അവരെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളന്നൊരു കൊലപാതകത്തെ പറ്റി ചിന്തിച്ചിട്ട് കേട്ടു. ഞാനൊക്കെ ഒരു 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, അന്നത്തെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു കൊലപാതക വാർത്ത കേൾക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ കൊലപാതകം. ആ സമൂഹം ആ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. നമ്മൾ പിന്നെ എന്ത് മുതലാണ് പേരന്റിങ്ങിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്? നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ എന്ത് പേരന്റിങ് എന്ത് പാരന്റിങ് എന്ത് parenting? എന്റെ പാരന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അപ്പുറത്തെ അമ്മാമ്മമാരും ഇത് പറയുമ്പോ എന്റെ ഒരു വീട്ടിലൊക്കെ ഒരു കാഴ്ച എന്ന് പറയുന്നത്, മുതിർന്നവരുടെ മുന്നിലേക്ക് വരില്ല. 1, 2 ഇവരെ പേടിയാണ്. എവിടുന്ന് വേണേലും അടി കിട്ടാം. ഇപ്പൊ ഞാനൊരു കുസൃതി കാണിച്ചാൽ, ഞാൻ വീട്ടിൽ പറയാതെ കളിക്കാൻ പോയാൽ ഗ്രൗണ്ടിൽ പോയാൽ വീട്ടിൽ അറിയാതെ ഒരു എന്തെങ്കിലും ഒരു അടി കിട്ടും. അല്ല, അവർക്ക് അടിക്കും. എന്ന് മുതലാണ് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്, അന്ന് മുതലാണ് നമ്മൾ മനസ്സമാധാനത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങും. എന്ന് പറഞ്ഞാൽ പേരന്റിങ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കിടയിൽ വളരെ കോമൺ ആയത് എന്ന് മുതലാണ്. ഇതില്ലാതായ സമയം ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു. ഈ കാലഘട്ടത്തില് ഈ മുത്തശ്ശി എന്ന് പറയുമ്പോഴേ, എന്റെയൊക്കെ മുത്തശ്ശിയാണ് ഏറ്റവും കൂടുതൽ, എന്റെ അമ്മയുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പൊ കളരിയിലാകട്ടെ, ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന കാര്യങ്ങളിലാകട്ടെ, കഥകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. വീട്ടില് എല്ലാ ദിവസവും എന്നെയും എൻ്റെ ചേച്ചിയും എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളെയും വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു കഥ തന്നെ പല രീതിയിൽ പറയും. ഒറ്റ കഥയേ ഉള്ളൂ, പല ആംഗിളിൽ പറഞ്ഞിട്ട് ഞങ്ങളെ തിണ്ണയിലും ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഓരോ കഥകൾ പറഞ്ഞു തരും. നമ്മൾ എങ്ങനെ പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ആഹാരം കഴിക്കണം. അപ്പം നമ്മൾ വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ വാരി കഴിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ കാണിക്കുന്ന കുഴപ്പങ്ങൾ മുത്തശ്ശി വിളിച്ചിട്ട് പറഞ്ഞു തരും. അമ്മയും അപ്പനും അല്ല കൂടുതലും. മുത്തശ്ശന്റെ ഒന്നും സ്നേഹം കിട്ടില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ അപ്പൂപ്പനൊക്കെ മരിച്ചു. പക്ഷേ ഇവര് തന്ന ഒരു ഗൈഡ് ഭയങ്കരമായിരുന്നു. അവർ നമ്മളെ കൊണ്ടുവന്നത്, വളർത്തിയത്, കടകളിൽ പോകുമ്പോൾ കൊണ്ടുവന്ന് ഇന്ന രീതിയിൽ പെരുമാറണം, ഈ ഒരു സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങളെ, ഇപ്പം എൻ്റെ പപ്പ എൻ്റെ പെങ്ങളുടെ മക്കളെ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ തിരിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ എങ്കിൽ പോലും അവർക്ക് തിരിച്ചു പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക്, എന്തിന് അപ്പൂപ്പൻ ഞങ്ങളെ വഴക്ക് പറയണം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ പപ്പയും അമ്മയും ചോദിച്ചാൽ പോരെ, അപ്പൂപ്പൻ എന്തിനാണ് പറയുന്നത്? അത് സത്യമല്ലേ, എന്തുകൊണ്ട് ചോദിച്ചു? അങ്ങനെയല്ല, അതാണ് ഈ ക്വസ്റ്റ്യനിങ്. കാരണം നമ്മൾ തന്നെ വീട്ടിലിരിക്കുമ്പോൾ കേൾക്കാറുണ്ട് ഇവരവരെ കുറിച്ച് കുറ്റം പറയുന്നതൊക്കെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരുപാട് പാരന്റ്സ് അവരുടെ ബ്രദറിനോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററിനോ അവരുടെ വീട്ടിൽ അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇവർ തന്നെ വീട്ടിൽ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അവർ നമ്മളുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നേരെ അങ്ങനെ പോവാ. ലൈക്ക് ഓക്കെ, മമ്മിയും ഡാഡിയും ഇവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവരെന്നെ പറയാൻ ഇവരാരാണ്, നമ്മുടെ മൈൻഡിൽ ഓൾറെഡി അങ്ങനെ പോയി പോകും. അത് മാത്രമല്ല, കുറ്റങ്ങൾ പറയാം, അത് നമ്മളിപ്പോ പറയുന്നത് പാരന്റ്സിന് പറയാം, ബാക്കിയുള്ളവർ പറയുന്ന ആവശ്യമില്ല. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഗ്രാൻഡ് പാരന്റ്സിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. റിലേറ്റീവ്സ് നമ്മളടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള പറയുന്നതിന് എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും? ഇപ്പോഴത്തെ ഒരു പേരൻസ് പറയുന്നതിന് എത്രത്തോളം അതിനകത്ത് ഇപ്പൊ നമ്മൾ മനസ്സ് തുറന്ന് നമ്മളിപ്പോ പറയും നമ്മുടെ മക്കളുടെ ഒപ്പം പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ചോദിച്ചാൽ പോലും അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരിക്കലല്ല. എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എന്റെ പാരന്റ്സ് എന്നെ വളർത്തിയിട്ടുള്ളത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം കേട്ടില്ലെങ്കിൽ അവർ ഡിവോഴ്സ്ഡ് ആണ്, എന്തോ ഒരു കഥ പറഞ്ഞായിരുന്നല്ലോ. എന്റെ പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയും താമസിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഈവൻ പണ്ടാണെങ്കിലും കൂടെ എൻ്റെ അമ്മ പറയാറുണ്ട്, ലൈക്ക് നിങ്ങളെ എൻ്റെ അമ്മ നോക്കിയ പോലെ എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അതേപോലെ എൻ്റെ അമ്മയും പറയാറുണ്ട്, എൻ്റെ അമ്മ എന്നെ നോക്കിയ പോലെ എൻ്റെ മുത്തശ്ശിയാണ് എന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് പാരന്റ്സ് എന്നുള്ളൊരു പൊസിഷനിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ സ്നേഹം കൂടാറുണ്ട്. കാരണം എൻ്റെ മമ്മിയുടെ പാരന്റ്സ് എൻ്റെ മമ്മിയെ നോക്കുന്ന സമയത്ത് ദേ വർ വർക്കിംഗ്, അവർ വർക്കിംഗ് ആയിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് അവരുടേതായ ബിസി ഷെഡ്യൂൾസ് ഉണ്ടാവും. ആ സമയത്ത് അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെയാണ് എൻ്റെ അമ്മയെ നോക്കിയിട്ടായിരുന്നത്. എന്നെ നോക്കിയിട്ടായിരുന്നത് എൻ്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണ്. ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് പോകുന്നല്ല പറയുന്നത്. ഇപ്പൊ എൻ്റെ പാരന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന പാരന്റ്സ് വളർത്തിയെടുക്കുന്നത് ഗുഡ് ലയേഴ്സിനെ മാത്രമാണ്. എന്റെ കാര്യത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എൻ്റെ അമ്മയുടെ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ട് പോകും, അമ്മ എനിക്ക് ഇന്ന് പുറത്തു പോകണം, എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകണമെങ്കിൽ അമ്മ പറയും എപ്പോൾ വരും, പോയിട്ട് വന്ന് പറയും.
എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഇവർ ചോദിക്കും ലൈക്ക് അമ്മ ഞാൻ ഒന്ന് പുറത്ത് പോട്ടെ എന്ന് ചോദിക്കുവാണെങ്കിൽ പോകേണ്ട അപ്പൻ്റെ അടുത്ത് പറയും. ഇവരെന്താ പറയും, എനിക്കൊരു സ്റ്റഡി ഉണ്ട്, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നുണ്ട്, ഞാൻ പോവാണെന്ന് പറയും. അപ്പൊ എന്താ പറയാ, അന്ന് പോയിട്ട് പോവാന്ന് പറയും. ഞങ്ങള് ഇപ്പൊ എന്റെ മക്കൾ എന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റ് ആകുന്നതിനുള്ള റീസൺ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നമ്മളെ ലയേഴ്സിനെ വളർത്താന്ന് പറയാൻ പറ്റില്ല. കാര്യം എത്രത്തോളം പേരന്റിനോട് തുറന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ? ബിലോ 50% എത്ര ഫ്രീഡം തരുന്ന പേരന്റായി നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പത്തില് ഞങ്ങൾക്ക് അച്ഛനോടോ അമ്മയോടോ അല്ല അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളില്ലായിരുന്നു. ഞങ്ങൾക്ക് കൂടി വന്ന വഴിയെ പോകുമ്പോ ആരും ഒരു പ്രേമലേഖനം തന്നതോ അല്ലെ ഒരുത്തൻ കമന്റ് അടിച്ചതോ അല്ലെങ്കിൽ ഇതൊക്കെ പറയാം. അപ്പൊ അമ്മ എന്ത് ചെയ്യും, നമ്മള് വീട്ടിൽ ചെന്നിട്ട് പറയും അവൻ സൈക്കിളിന്റെ ബെല്ലടിച്ച് തിരിച്ചു. അപ്പൊ നമ്മളെയും കൂട്ടി അവന്റെ വീട്ടിൽ ചെല്ലും. അവന്റെ വീട്ടിൽ ചെല്ലുമ്പോ വളരെ നിസ്സാരമായിട്ട് ചിലപ്പോ സൗഹൃദ പെൺപിള്ളേരല്ല ആൺപിള്ളേരല്ലേ കമന്റ് അടിക്കുക, അല്ലെങ്കിൽ അത് വലിയ ഭയങ്കര ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് വേറെ? ഞങ്ങൾക്ക് എന്താ നോർമലി ഡെഫിനറ്റ്ലി ഞങ്ങൾ വളർന്ന സാഹചര്യം നിങ്ങൾ വളർന്ന സാഹചര്യം നിങ്ങൾക്ക് കുറെ കൂടെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങള്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇപ്പം ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോളൂ. ആ ബോയ് ഫ്രണ്ടുമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഒരാളുമായിട്ട് വഴിയെ മിണ്ടിയ നാട്ടിലൊരു 10 പേര് അറിയും. 10 പേര് അറിയാം. എങ്ങനെ ഞങ്ങൾ ആ സദാചാരത്തിൽ ഞങ്ങൾ സെക്യൂർ ആയിരുന്നു. അതല്ല, ഇപ്പൊ ചേച്ചി പറഞ്ഞൊരു കാര്യം സത്യമാണ്. റോഡിൽ നിന്നൊരു പെണ്ണും ചെറുക്കനും വർത്തമാനം പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കിന് ഒരു 6 മണി കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നതെന്ന് വെച്ചോ. ആദ്യത്തെ വീട്ടുകാരി ഈ സന്ധ്യക്ക് എവിടെ പോവാ കൊച്ചേ, അപ്പൊ ഞങ്ങൾ പറയും അമ്മ ഒരു സാധനം മറന്നു പോയി അത് വാങ്ങിക്കാൻ പോവാ. ഓക്കെ, പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തോട്ട് കഴിയുമ്പോ 6:30 ആയാലും ഇത് എവിടെ പോവാ. അപ്പൊ നമുക്ക് ഒരു ലൈനി ഫുള്ള് നമുക്ക് മനുഷ്യരുണ്ട്. തിരിച്ച് മനസ്സിലായോ? ഇതിനകത്തൊരു പെർസ്പെക്റ്റീവിന്റെ ഇഷ്യൂ. അതായത് നമ്മൾ എല്ലാവരും വേറെ വേറെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള അതേ രീതിയിലല്ലേ പ്രശ്നമാകുന്നത്. അല്ലെന്ന് എന്റെ മോള് 18 വയസ്സായി. അങ്ങനെ പ്രശ്നം അവളൊരു ദിവസം വന്നിട്ട് എന്നോട് പറയാണ്, പാപ്പ ടുമോറോ ഐ എം ഗോയിങ് ഫോർ എ ഡേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ചോളം അതുവരെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ബാഡ് സംഭവമാണ്, ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡേറ്റ് ആരോട് ഞാൻ മൊത്തം പ്രശ്നമാണ്. അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു, മോള് എന്നോട് ഇങ്ങോട്ട് പോവാ പറയട്ടെ എന്താണ് ഡേറ്റ്. ഞാൻ വിചാരിക്കണെന്ന് പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഗോയിങ് ഔട്ട് സ്റ്റേയിങ് ടുഗദർ സംവെയർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്ന് പറഞ്ഞു. ഇതൊന്നും അല്ല പാപ്പ. അപ്പൊ അത് പറഞ്ഞതിന് ശേഷമാണ് ഇവള് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇവളോട് ഇപ്പൊ വീക്കെൻഡിൽ ചോദിക്കും, ഇന്ന് ഡേറ്റിംഗ് ഒന്നും ഇല്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തില് അവള് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മുടെ കാലഘട്ടത്തിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ടൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മൾ തെറ്റല്ല, കുട്ടികളുടെ തെറ്റല്ലെങ്കിൽ പോലും പേരൻസ് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാതെ കേട്ട് നിൽക്കുക. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യത്തില്ല, അവർ തിരിച്ചു ചോദിക്കും. ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഇവിടെ ചോദിച്ച പോലെ അതുല്യ അവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് അതിന് വിജയോ ധന്യോ തന്നെ ഉത്തരം പറയും. അത് ഇന്നത്തെ കാലഘട്ടം, അന്നത്തെ ജീവിത രീതിയും അന്നത്തെ കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. ഇവരത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? മോള് ചോദിച്ച ചോദ്യം എന്താണ്? അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വഴിയിൽ നിന്ന് ഒരാളോട് വർത്തമാനം പറഞ്ഞു, എന്താ പ്രശ്നം എന്നുള്ളത്. ബാക്കിയുള്ളവർ ചോദിക്കേണ്ട ആവശ്യം എന്താണല്ലോ എന്നുള്ളതാണ് ചോദ്യം. ബാക്കിയുള്ളവർ ചോദിക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവിടം വരെ ആരും ചോദിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഓക്കെ, നിങ്ങൾ എന്തിനാ ഇത് ചോദിക്കുന്നതെന്നുള്ളത് ഒരു പ്രശ്നമായിരിക്കും. ഓക്കെ, നിങ്ങൾ അത് അറിയേണ്ട കാര്യമുണ്ടോ? നാളെ അതൊരു പ്രശ്നമായി കഴിയുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? ആർക്കെങ്കിലും ഒന്ന് അത് അറിഞ്ഞാൽ സാധ്യതാ പഠനത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. നാളെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഞാൻ ചോദിക്കട്ടെ GK, ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ നമ്മുടെ കാലത്തെ എന്റെയൊക്കെ കാലം എന്ന് പറഞ്ഞാല് നമ്മുടെ സൗഹൃദങ്ങള് വളരെ വ്യക്തമായി വീട്ടിലറിയാം, നാട്ടിലറിയാം. നമ്മൾ ആരോട് മിണ്ടുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ട്രാൻസ്പെറന്റ് ആയിരുന്നു. ഒരു കുട്ടിക്ക് അവരുടെ ബന്ധങ്ങൾ അത് ആ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഒരു പക്ഷെ നിങ്ങളുടെ കാലത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവേണ്ടി വന്നേനെ. നിങ്ങളുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഞങ്ങളുടെ കാലത്തുള്ള സോഷ്യൽ മീഡിയ അല്ല, അങ്ങനെ നമ്മൾ ദൃഢത ഉണ്ടായിരുന്നു, ആത്മാർത്ഥത ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ എന്തിനാ
ഉണ്ടാക്കിയത്. It സോഷ്യൽ came മീഡിയയിൽ in ജീവിക്കല്ല. between. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ എത്ര ആളുകൾ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നുണ്ട്? എത്ര പേര്? ഈ പുതുതലമുറയിൽ എത്ര പേര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്? ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഫുൾ Facebook, സോഷ്യൽ മീഡിയ തന്നെയല്ലേ? ഫേസ്ബുക്കും വാട്സപ്പും നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല? നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതിൽ ജീവിക്കുന്നവരല്ല. അതല്ല അത് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നവരാണ് പറഞ്ഞത്? ഫോണിലൊരു മെസ്സേജ് ഞങ്ങളല്ലേ തീരുമാനിക്കണ്ടേ? ഫോണിലൊരു മെസ്സേജ് വന്നതുകൊണ്ട് ആ മെസ്സേജ് ഇപ്പൊ വന്നതിന്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കട്ടെ, ആ മെസ്സേജ് ആണോ ജീവിതം? ആ മെസ്സേജ് ആണോ ജീവിതം? നിങ്ങൾ പറയുന്നത് ക്ലിയർ ആയില്ല. അല്ല Correct അല്ല ആയിട്ട് സാർ, പറയൂ. നമ്മള് ഒരു ഞാനൊരു message- കാര്യം പറയാം. നമ്മൾ പുതിയ തലമുറയ്ക്ക് ആത്മാർത്ഥതയില്ല, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ജീവിതം ശരിയല്ല, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പാറ്റേൺ And you ശരിയല്ല. guys can't blame this അല്ല, generation. ഏറ്റവും കൂടുതൽ കുഴപ്പത്തിൽ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോളാം. ഇത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊരു അനാർക്കിസമാണ്. കാരണം ഞാനൊരു കാര്യം പറയാം, എല്ലാ കാലത്തും യുവതലമുറയെ അതിനു മുൻപത്തെ തലമുറ തള്ളിപ്പറഞ്ഞു മാത്രമേ വളർന്നിട്ടുള്ളൂ. Exactly. കാരണം എല്ലാ തലമുറയുടെയും അവരുടെ കാലം, അവരുടെ ജീവിതത്തിൽ യൗവനം നല്ല കാലമായിരുന്നു, ദ ബെസ്റ്റ് ആണ്. അതിനുശേഷം വരുന്നവർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ ബെസ്റ്റ് ആയിരിക്കാം, ഇവരെക്കാൾ ബെസ്റ്റ് ആയിരിക്കാം, മനസ്സിലായില്ലേ? അപ്പൊ ഇവർ ഇതേപോലെ അവരെ ബ്ലെയിം ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ആ തലമുറയ്ക്ക് ആത്മാർത്ഥത ഇല്ലെന്നും അവർക്ക് ജീവിതമില്ലെന്നും ജീവിതത്തിന് സുഖമില്ലെന്നും രസമില്ലെന്നും നമ്മൾ ധരിക്കുന്നതിൽ നമ്മൾ വലിയ തെറ്റുകാരാണ്. Exactly. നമ്മൾ അത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഒരു 13 വയസ്സുകാരി ചെയ്ത കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ല, അതാണ് ആൻഡ്രൂ. ഇതിനകത്ത് പ്രോബ്ലം എവിടാന്നറിയാം. ഇപ്പൊ ബിജി അല്ലെങ്കിൽ ബെന്നി സാർ, നമ്മൾ ഈ കുഞ്ഞ് നടത്തിയ കൊലപാതകത്തിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിയാണ്. ഇല്ല, 13 വയസ്സുകാരി കൊട്ടേഷൻ കൊടുത്തൊരു ടീമിനെ എത്തിച്ച് കൊലപാതകം നടത്തി, അതിൽ കൊലപാതകം കഴിഞ്ഞു. ഇപ്പൊ സ്വാഭാവികമായും നമ്മളൊരു അബദ്ധത്തിൽ കൊലപാതകം ചെയ്തു എന്ന് വെച്ചോ, അബദ്ധത്തിൽ കൊലപാതകം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം. അതിനുശേഷവും അവരത് ടാക്കിൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കി. ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ടാൽ തന്റെ അച്ഛന്റെ പേരിലേക്ക് കൊലപാതകത്തെ മാറ്റാനുള്ള പ്രീ പ്ലാനിങ് വരെ നടത്തി. പോലീസ് ഇവരെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുമ്പോ എല്ലാരും പറയുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അതൊരു യാദർച്ഛികമായും ഒരു ആകസ്മികമായും നമ്മൾ കാണാൻ പാടില്ല. ഇത് ഈ നമ്മുടെ ഈ പ്രായത്തിൽ പോലും നമ്മൾ നിവൃത്തിയില്ലാത്ത ഒരാളെ കൊല്ലാൻ പ്ലാൻ ചെയ്താൽ പോലും നമ്മൾ കൊല്ലുന്നതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പല്ലേ നമ്മൾ ഏറ്റവും ദ്രോഹിക്കുന്ന ഒരാളെന്ന് വെച്ചു. എല്ലാ ദിവസവും നമ്മുടെ തലയിൽ കൂടെ ഒരു ബക്കറ്റ് തീട്ടം വഴിയെ പോകുമ്പോൾ ഒഴിക്കുന്ന ഒരാളാണെന്ന് വെച്ചു. ജീവിക്കാൻ അനുവദിക്കാത്ത ഒരാളെന്ന് വെച്ചു. നമുക്കൊരാളെ കൊല്ലാൻ ഇവനെ കൊന്നാലും ചിന്തിക്കാനേ പറ്റില്ല. നമ്മൾ കൊല്ലാൻ പറ്റില്ല. നമുക്ക് ഇവിടെ അവര് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് മോഷണം നടത്തി. പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് മോഷണം നടത്തി. മോഷണം മുതൽ വിറ്റു. അപ്പൊ ഇതൊരു ഭീകര സംഭവമാണ്. അല്ല, അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? ഇപ്പൊ മോള് നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് എങ്ങനെ ഇത് നമ്മളൊക്കെ ഒരു പ്രശ്നത്തിൽ പോയി ചാടാത്ത അതുകൊണ്ടായിരുന്നു ജീവിക്കാന്നൊക്കെ. നമുക്കതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. പേടി, അമ്മ കാണുന്നുള്ള പേടി, അല്ലെ ഇവന്റെ സുഹൃത്തുക്കൾ വഴിവെച്ച് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പറഞ്ഞ് അതിന്റെ തല്ല് കിട്ടുമെന്നുള്ള പേടി. മുത്തശ്ശന്മാര് ഇവരെല്ലാം നമ്മളെ നിയന്ത്രിക്കും. അന്ന് എല്ലാവരും പോയി കൊലപാതകം പ്ലാൻ ചെയ്യുവാണല്ലോ. ഈ ജനറേഷൻ തന്നെ ഇങ്ങനത്തെ ഒരു കൊലപാതകം നടക്കുന്നത് നമ്മൾക്ക് തന്നെ അതിശയമാണ്. ലൈക് 13 വയസ്സെന്ന് പറയുമ്പോൾ 8th സ്റ്റാൻഡേർഡ് ആണ്. ഈ കാലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതിശയമാണ്. പക്ഷെ ചിന്തിക്കുമ്പോൾ ഈ ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം അറിയണമെങ്കിൽ ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ ഒരാളെ ഒരു ശത്രു ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉപദ്രവിച്ച ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ നേരിടുക? വായ കൊണ്ട് തിരിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ എത്രത്തോളം ശാരീരികമായി ഉപദ്രവിച്ച ഒരാളുണ്ടെങ്കിൽ, നിങ്ങളെ മാനസികമായിട്ട് ഉപദ്രവിച്ച ഒരാളുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ പിടിച്ച ഒരാളുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഇഷ്ടം പറയത്തില്ലേ? ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഐ വിൽ നിങ്ങൾക്കൊരു സുഹൃത്തുക്കളോട് പറയുമോ? ഒരു പരിധിയിലധികം ഞാൻ ചോദിക്കുന്നത്, പേരൻസ് അല്ല, താങ്കളുടെ താങ്കളുടെ ഷെയർ ചെയ്യുമോ ഇല്ലേ? പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അനുഭവം നമുക്ക് ഞാൻ ചോദിച്ചത്, താങ്കളെ ഒരാൾ ശാരീരികമായി ഉപദ്രവിച്ചാൽ പോയി കേസ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചത് താങ്കളുടെ സുഹൃത്തുക്കളോട് കേസ് കൊടുക്കും.
സുഹൃത്തുക്കളോട് പറയില്ല. ഇല്ല. സുഹൃത്തുക്കൾ എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ഞാൻ അമ്മയുടെ എന്റെ എല്ലാ പ്രശ്നം പോയി പറഞ്ഞിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ ഫസ്റ്റ് തന്നെ. എനിക്ക് എന്ത് പ്രശ്നമായാലും എന്റെ അമ്മയുടെ ഓപ്പണായി പറയാനുള്ള സ്ത്രീ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? അവര് അന്വേഷിക്കും. എന്നിട്ട് കേസ് എടുക്കും. ഈ നമുക്ക് ഈ പറയുന്ന പ്രതിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവന് ശിക്ഷിക്കപ്പെടണമല്ലോ. അവിടെ വരെ നമ്മൾ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറ. എന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു, എന്നിട്ട് എനിക്ക് ഒരാൾ അശ്ലീലമായ ഒരു ചിത്രം അയച്ചു തരികയും ഞാൻ അത് എന്റെ അമ്മയുടെ അടുത്ത് പറയുകയും നമ്മൾ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയും സൈബറിൽ പോയി കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസുകാർ അവരെ ട്രേസ് ചെയ്ത് വിളിച്ചു വരുത്തി വേണ്ട നടപടി എടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, എല്ലാം പ്രശ്നം ആ രീതിയിൽ പോയിട്ടുണ്ട്, വേണ്ട കേസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഉണ്ടായിട്ടുള്ളത്. അത് എവിടെ എത്തി? അയാള് റിമാൻഡായി. പിന്നെ എന്താ മാം ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നത് അതെ, സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, പ്രതിയെ റിമാൻഡ് ചെയ്തു. ബിക്കോസ് കേസ് നടത്തി. മനസ്സിലായില്ല. അപ്പൊ എന്താ പറയുന്നത്? നിയമം കയ്യിലെടുക്കണമെന്നല്ല. എന്നെ ഒരാൾ ഫോണിൽ ഒരു അശ്ലീലം അയച്ചു. ഈ അയച്ച ആളുമായിട്ട് എന്റെ ബന്ധം, ഈ ചാറ്റ് ഹിസ്റ്ററികള്, ഈ കുട്ടി അതിന് എൻകറേജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നമ്മളെ വിളിപ്പിക്കും, CI വിളിപ്പിക്കും. അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ആദ്യം തന്നെ ഇത് മുമ്പോട്ട് പോകുമ്പോഴുള്ള കോൺസിക്വൻസസ് ഒരു SIയോ ഒരു CIയോ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു കൊടുത്തിരിക്കും. എന്ത് പറഞ്ഞു കൊടുത്തിരിക്കും? ജീവിതം നശിവെന്നല്ല, നിങ്ങളെ മുമ്പിൽ ഇരുത്തി പറയും, ഈ കുട്ടി ഈ ആളുമായിട്ട് മുൻപ് ബന്ധമുണ്ടായിരുന്നു, എന്തായിരുന്നു ബന്ധം? ഇവര് തമ്മിൽ നേരത്തെ മെസ്സേജ് അയക്കുമായിരുന്നു, ആ സമയങ്ങളിൽ ഇവര് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, X or Y ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇനി ഈ വ്യക്തിയുമായി ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കണം. ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് തെളിയണം. പറഞ്ഞിട്ടുണ്ട്. വേറൊരു സംഭവം അറിയാം, ഞാൻ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. മനസ്സിലായി? എനിക്കറിയാം. നിങ്ങൾ ഒരു സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ FIR ഇട്ടില്ല എങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ PR നേരിടേണ്ടി വരും. ഞാൻ പോയിട്ടുണ്ട്. FIR ഇടാതിരുന്നിട്ടുണ്ട്. ആദ്യം അതിന്റെ എന്തായാലും അത് ആ മൊഴി അത്ര ശക്തമല്ലാത്തതോ. നിങ്ങൾ ചെന്ന് സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് തോന്നണം നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ സംഭവം ഞാൻ പോയ പോലീസ് സ്റ്റേഷനിൽ ജനുവരി തോന്നി, ഇവര് പറഞ്ഞ പോയി ഏത് ഇതില് എവിടെയാണ് ചർച്ച വഴിമാറി പോകുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ടോക്ക് ചെയ്യുന്ന ഇതിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആണ് ജിഗി. ഞങ്ങളുടെ സ്കൂളില് നിരവധി വിഷയങ്ങൾ ഒരു ദിവസം നടക്കും. അതിൽ തന്നെ വലിയൊരു വിഷയം, കേരളത്തിൽ എല്ലാവരും പറഞ്ഞൊരു വിഷയത്തില് ഞാൻ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. FIR ഇടാഞ്ഞിട്ട്, FIR ഇട്ടില്ല കേസില്. FIR ഇടാതെ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് FIR ഇടുന്നില്ല, അധ്യാപകനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിൽ FIR ഇടാതിരിക്കുകയും ചെയ്തിട്ട് ഞാനാണ് കമ്മീഷണർ അടുത്ത് പോയിട്ട് അതിന് FIR ഇടിച്ചത്. ആ അധ്യാപകർക്ക് ഞാൻ പറയട്ടെ. അപ്പൊ കുട്ടികളുടെ ഇതൊരു കുട്ടിയാണല്ലോ, 13 വയസ്സൊരു കുട്ടിയാണ്. ഈ കുട്ടി ഇതിനു മുമ്പ് സ്കൂളിലും പല വിഷയങ്ങളിൽ പെട്ടിട്ടുണ്ടാവണം. ഒരു ചാൻസാണ് ഞാൻ പറയുന്നത്. അത് ഈ വീട്ടുകാരെ അത് ഈ മുത്തച്ഛനോ ആരെങ്കിലും ആ കുട്ടിയെ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ കുട്ടി മുൻപ് മോഷ്ടിച്ചത് അപ്പൂപ്പൻ കണ്ടിട്ടുണ്ട്. അപ്പൂപ്പൻ അതിന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നേരത്തെ പറഞ്ഞോണ്ട് പോക്സോ. അതിന്റെ എന്നെ കയറി പിടിച്ചു എന്നൊരു കൊച്ചു പറഞ്ഞാൽ പിടിച്ചു എന്നാ അത് പറയില്ല അവര് പറഞ്ഞത്. അതേ ചെയ്തിട്ട് പോലീസുകാർ FIR ചേച്ചി പറഞ്ഞു. മാറ്റി പറയണം എന്തിനാ? പോയി കേസ് കൊണ്ട് അപ്പൊ FIR ഇല്ലെന്നാണ് ചേച്ചി പറയണത്. അല്ല നമുക്ക് എന്തുകൊണ്ട് 13 വയസ്സുള്ള ഒരു മിനിറ്റ്, പോസ്കോ കേസ് യൂസ് ചെയ്യുന്നും പറയുന്നുണ്ട്. പോസ്കോ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പോയി FIR ഇല്ല എന്നും പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം വേറിട്ട സാഹചര്യങ്ങളായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 13 വയസ്സുകാരി കൊട്ടേഷൻ കൊടുത്ത ഹരിപ്പാട്ട കഥ പറയുമ്പോൾ തെലങ്കാനയിലെ 10ാം ക്ലാസ്സുകാരൻ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ
രണ്ടുപേര് കുത്തിക്കൊന്ന കഥയാണ് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി. ഇതിന്റെ കാരണമെന്ന് പറയുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നം എവിടെയാണെന്നുള്ളതാണ്. അത് കുടുംബത്തിലാണോ, സോഷ്യൽ മീഡിയയിലാണോ, മറ്റെവിടെയെങ്കിലും ആണോ, ഇതോ നമ്മൾ ഈ പറയുന്നത് പോലെ കുട്ടികളാകാതെ വളരുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളാണോ? എനിക്ക് പേഴ്സണലി പറയാനുള്ള ഇത് ഞാൻ പറയാം. ഇതിലൊന്നും പാരന്റിങ് ഒന്നും അല്ല ഞാൻ ഇതിൽ പറയാൻ വരുന്നത്. അതിലൊരു റീസൺ പറയുന്നത് ഷീ വോണ്ടഡ് ടു ബൈ എ മോട്ടോർ സൈക്കിൾ ആൻഡ് ആൻ ഐഫോൺ. ഈ കാലത്ത് ഞാൻ ഈ ഐഫോൺ മേടിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കെഞ്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ലൈക്ക് എനിക്കൊരു ഐഫോൺ മേടിച്ചാൽ ഇതിൽ ഇത് ഞാൻ ഓണായിട്ട് മേടിച്ചതാണ്. പക്ഷെ ഈ ഐഫോൺ ഉള്ള കുട്ടികൾക്കുള്ള പ്രിവിലേജ് ഇവർ കാണുന്നതും സ്കൂളിൽ ഇവരുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്, എനിക്ക് ഐഫോൺ ഉള്ള, ഞാൻ വീട്ടിൽ പോയിരുന്നു, എനിക്ക് ഐഫോൺ മേടിക്കും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ ചിന്താഗതി വേറെ രീതിയിൽ പോവാനുള്ള രീതി ഉണ്ട്. അതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. ദാറ്റ് ആ കൊച്ച് 13 വയസ്സുള്ള ഒരു കൊച്ച് ചിന്തിക്കുന്ന രീതി ഐഫോൺ മേടിക്കാനും മോട്ടോർ സൈക്കിൾ മേടിക്കാനും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് അക്സെപ്റ്റബിൾ ആണ്. ദാറ്റ് ബാക്കിയുള്ളവർ കാണുന്നു. ഇപ്പൊ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലുള്ള പിള്ളേരുടെ കയ്യിൽ എല്ലാ ഫോണും ഉണ്ട്. ഏത് രീതിയിലാണെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കുട്ടികളുടെ ഫോൺ ഉണ്ടായിരുന്നില്ല. എല്ലാ പിള്ളേരുടെ കയ്യിലൊന്നും ഇല്ല. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അതുല്യ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ കറക്റ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അവർക്ക് ഈ ലക്ഷറി ഐറ്റംസിനോടുള്ള താല്പര്യങ്ങൾ. ഇതിപ്പോ ഒരു സർവേ നടത്തിയിട്ട് പറയുകയാണ്. അപ്പൊ ഈ 1-2 രാജ്യങ്ങളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതിനകത്ത് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ സ്റ്റുഡന്റ് പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ചില രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ എന്തിനാണ് കുട്ടികൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ഐഫോൺ മേടിക്കാനാണ് കണ്ടുപിടിക്കുക. എന്റെ പോയിന്റ് അതായിരുന്നു. ദാറ്റ് പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ അട്രാക്റ്റഡ് ടു. നമ്മൾ എല്ലാരും കാണുമ്പോൾ ഞാൻ ഐഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഐഫോൺ ഇല്ല. ഷീ വിൽ ആസ്ക് മീ ഇതിന് എത്രയായി. അവളെ വീട്ടിൽ പോയി ചോദിക്കുന്നില്ല എനിക്കിത് മേടിച്ചു തരാൻ പറ്റും. അവർ ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അവര് പറഞ്ഞു പറ്റില്ല. പക്ഷെ ഈ കൊച്ചു വീട്ടിൽ കാണുന്നുണ്ട്, സ്വർണ്ണം ഉണ്ട്, വീട്ടിലിതുണ്ട്. ആ രീതിയിലും ചിന്തിക്കാം. എന്റെ വീട്ടിൽ പൈസ ഉണ്ടായിട്ട് എനിക്ക് എന്റെ അച്ഛനമ്മ ഇത് മേടിച്ചു തന്നില്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള അവിടെ അതുല്യ ഒരു സെൽഫ് ഏർണിംഗ് പേഴ്സൺ ആണെന്നുള്ളത് ആ കുട്ടിക്ക് ചിലപ്പോൾ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ലായിരിക്കും. എന്റെ അതായത് പാരന്റിംഗിൽ പ്രശ്നം ഇല്ലാന്നും പറയുന്നില്ല, പ്രശ്നം ഉണ്ടെന്നും ഞാൻ പറയും. പ്രശ്നം ഇല്ലാന്നും പറയുന്നില്ല, പ്രശ്നം ഉണ്ടെന്നും ഞാൻ പറയുന്നില്ല. ഈ രീതിയിലും ആകാം എന്നാണ് പറഞ്ഞത്. ലക്ഷറി ലൈഫ് വിൽ അട്രാക്ട് അതേഴ്സ്. നമ്മളുടെ പിയർ ഗ്രൂപ്പ് ഇതേപോലെ ചെയ്യുന്നു, എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ചിന്തിക്കുമ്പോൾ. പണ്ടും കാശുള്ള പിള്ളേർ കാറി സ്കൂളിൽ വരുന്നു, കോളേജിൽ വരുന്നു. അതുല്യ പറഞ്ഞ അവിടെയല്ല. അതുല്യ പറഞ്ഞതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ കുട്ടി ചോദിച്ചു ഒറ്റ കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ ഐഫോൺ എന്ന് പറയുന്ന കാര്യങ്ങള് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു കുട്ടിക്ക് അത് രണ്ട് കാര്യങ്ങളുണ്ട്. അല്ലല്ല അവിടെ ഒരു രണ്ട് കാര്യം. അവിടെയാണ് പേരന്റിംഗിന്റെ പ്രശ്നം. എന്റെ രണ്ടാമത്തെ മകൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 13 വയസ്സ്. 13 വയസ്സ്. എന്റെ മൂത്ത മോൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് 95-ന് മുകളിൽ ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അമ്മ എനിക്കൊരു ഫോൺ വാങ്ങിത്തരുമോ? ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്, തളർത്താനല്ല. അതുകൊണ്ട് നിനക്ക് അതിന്റെ സമയമാകുമ്പോൾ, നിനക്ക് അതിന്റെ ആവശ്യം വരുമ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു തരും. നീ പറയുന്ന നിനക്ക് ആവശ്യമുള്ള പഠിത്തത്തിനുള്ള അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള സാധനം നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ മേടിച്ച മാർക്കിനനുസരിച്ച് ഞാനത് വാങ്ങിച്ചു തരും. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എന്നാ ഞാൻ അമ്മയുടെ ഫോണിൽ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ID തുടങ്ങിക്കോളാൻ പറഞ്ഞു. രണ്ടാമത് അത് ഓക്കെ, സമ്മതിച്ചു. 8ാം ക്ലാസ്സിലെ എൻ്റെ മകന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സ്കൂളിൽ പോയിട്ടാ വരുന്നത്. പിള്ളേര് ചാറ്റ് എല്ലാ പ്രാവശ്യവും ഷഫിൾ ചെയ്യും കുട്ടികളെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഒരു മെസ്സേജ് ഇങ്ങനെ വരുക, ഇങ്ങനെ തുരുതുരുതാ മെസ്സേജ് വരിക. ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിങ്ങിലാണ് വരുന്നത്. 8ാം ക്ലാസ്സിന്റെ റൗഡി ഗ്യാങ് ഗ്രൂപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇവര് പറഞ്ഞു സോഷ്യൽ മീഡിയ നമ്മള് ഉപയോഗിക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിധി. ആ ഗ്രൂപ്പിനകത്ത് വരുന്നത് എന്തെന്നറിയാം, 8ാം ക്ലാസ്സിന്റെ റൗഡി ഗ്യാങ്ങിനകത്ത് വരുന്നത് അസല് നല്ല പച്ചത്തെറി. അത് കൂടാതെ അശ്ലീല വീഡിയോയുടെ ലിങ്ക്. പിന്നെ പിള്ളേരെ പിടിക്കുന്നുണ്ട് 5ാം ക്ലാസ്സിൽ. അത് കണ്ടിട്ട് ലിങ്കും അതില് വന്ന സ്റ്റിക്കറും കാണുമ്പം ജനുവരി തൊട്ട് ആ ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ കാണുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 4:50 എന്നെ
അതായത് ഈ പിള്ളേർക്കൊന്നും അറിയത്തില്ല ഇത് ഇവന്റെ ഫോണല്ല എന്റെ ഫോണാണ് എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. ധന്യ ജയനയാണ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ എടുത്തു നോക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന ലിങ്ക്, അപ്പം മോൻ പറഞ്ഞിട്ടുള്ള കുറെ പേരുകൾ ഇതിനകത്ത് കണ്ടപ്പം എനിക്കൊരു സംശയമായി. അപ്പൊ ഞാൻ ദേവനെ വിളിച്ചു ചോദിച്ചപ്പോ ദേവന്റെ ഗ്രൂപ്പ് അല്ല അത്. അപ്പൊ ഇവനെ നോക്കുമ്പോൾ ഇവനത് സംഭവം അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ നേരെ സ്കൂളിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ ഇത് അന്വേഷിക്കണം, അല്ലെങ്കിൽ എല്ലാ കുട്ടികളെ പാരന്റ്സ്. അതിൽ പ്രധാന കാരണം എന്താ പറയുക, ഇന്നും എത്രയോ വാട്സപ്പ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യാം എന്നറിയാത്ത പേരൻസ് ഉണ്ട്. സമയത്ത് നമ്മൾ വിളിച്ച് പറഞ്ഞ സമയത്ത് അതായത് മൊബൈൽ ലിറ്ററസി രക്ഷകർത്താക്കളെക്കാൾ കൂടുതലുള്ളത് കുട്ടികളാണ്. റൗഡിയാണെങ്കിൽ ഇതൊക്കെ റൗഡി ഗ്യാങ്ങിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ അല്ല റൗഡി ഗാങ്ങും ടീമും ഒക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ മക്കള് രണ്ടും ഞാൻ ജീവിക്കുന്ന വേറൊരു രാജ്യത്താണ്. എന്റെ മക്കള് ഈ പറഞ്ഞ പോലെ അവരുടെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഓക്കെ അവരെപ്പോഴും അതിൽ ഓരോ സെന്റൻസിന്റെ കൂടെയും ഒരു എഫ് വേർഡ് യൂസ് ചെയ്യും അവര്. അപ്പൊ നമ്മൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കേട്ടോ ഇതെന്താണ് ഇത് വീടല്ല ഇത് അപ്പൊ ഏത് രാജ്യത്താ ജീവിക്കുന്നത്, ഏത് ലോകത്താ ജീവിക്കുന്നത്, ഇതൊരു കൊളക്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിൽ എന്റെ മോള് സംസാരിക്കുമ്പോ അവര് ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അവരോട് ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇൻഫോ പാർക്കിനടുത്ത് പിന്നെ ഇൻഫോ പാർക്കാണ് ഞങ്ങളുടെ പരിധിയിലെ പോലീസ് സ്റ്റേഷൻ. അപ്പൊ നമ്മൾ ഒരു സമയത്ത് ഇപ്പൊ മെട്രോയുടെ പണി ഇരുന്നതിന് മുമ്പ് സൈഡിൽ ഇങ്ങനെ എപ്പോഴും വന്ന് പിള്ളേർ ഇരിക്കുകയും പച്ചി നമുക്ക് ആരും നമ്മൾ കണ്ടില്ല എന്നുള്ള മട്ടിലങ്ങ് പോയി. ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. ഇപ്പൊ പണ്ട് ഞാൻ കലൂർ സ്റ്റേഡിയത്തിൽ എനിക്ക് കടയുള്ളപ്പം അവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നവര് പോലീസുകാരെ അടുത്ത് വരുമ്പോഴത്തേക്കിനും അന്നേരം കാശെടുത്ത് കൊടുക്കുക. 18 വയസ്സ് കഴിഞ്ഞു. പിന്നെ അന്ന് മുഴുവൻ വലിക്കാം, പിന്നെ അടച്ചു ഇന്ന് മുഴുവൻ വലിക്കാം. പിന്നെ അവര് ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ പ്രായത്തിൽ ഇതൊന്നും നടന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണം. ആ കലൂർ സ്റ്റേഡിയത്തില് ഞാൻ കട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കാണാൻ ഇനി ഒന്നുമില്ല എന്നുള്ളത് ഒരാളോട് ഒന്നും പറയാൻ പറ്റില്ല. എന്തിനാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാളെ ഈ നമ്മള് ചിന്തിച്ച കൊച്ച് അല്ലെ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച കൊച്ചായിരിക്കും 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഉറപ്പിച്ച് അവിടെ കിടത്തിയിരിക്കുന്നത്. നമ്മുടെ ജനറേഷൻ ഈസ് ഗോൺ. ഓക്കെ ഇനിയിപ്പോ അവര് ജെൻസിയുടെ ആൾക്കാർ അവരുടെ ലോകം ബിക്കോസ് അവരുടെ ലോകമാണ്, അവരുടെ ജീവിതമാണ്, അവര് ജീവിച്ചോട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, നമ്മൾ 1947 ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്ത് ഇവരെ ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ അവരെ ഫൈൻഡ് ഫോൾട്ട് ചെയ്തതല്ല. ഇവരുടെ ബൂമേഴ്സ് ആണ് നിങ്ങളുടെ മേലുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ കാലത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞങ്ങളുടെ അവിടെ പാന്റ് ലൈക് ജീൻസ് ഇവരുടെ മില്ലേനിയൽസ് ടൈമിലാണ് ജീൻസ് ഒക്കെ കുറച്ച് ട്രെൻഡ് ആവാൻ തുടങ്ങിയത്. അവര് പറയുന്നതിലേക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇത്രയും ടൈറ്റ് നിങ്ങളുടെ കാലം മൊത്തം കാണുന്നു പറയുന്നില്ലേ. ആ സമയത്ത് ബൂമേഴ്സ് അങ്ങനെ മില്ലേനിയൽസിന്റെ അടുത്ത് പറയുന്നു. ഓഫ്കോഴ്സ് ജെൻസി വന്നപ്പോ മില്ലേനിയൽസിന് ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത ഞാൻ പറയുന്നില്ല, ചെയ്യാത്ത കാര്യങ്ങൾ മില്ലേനിയൽസ് ജെൻസിക്ക് വന്നപ്പോ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പൊ ഞങ്ങൾ ജെൻ ബേറ്റ വരുന്നുണ്ട്. ജെൻ ബേറ്റ എടുത്ത് നമ്മൾ ആൽഫ വരുമ്പോ വി ആർ സെയിങ് ഇവര് പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നില്ല. ദേ ആർ സെയിങ് like different words നമുക്ക് they were teaching us സമരം നടത്തിയ നാട്ടിൽ മാറി പറക്കാൻ സമരം മാറേണ്ട ആവശ്യമുണ്ടല്ലോ. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ ബ്രിട്ടീഷുകാർ വന്നിട്ട് you should listen to this. മാറി മറിക്കേണ്ട സംഭവം വന്നത് ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മൾ ഇതാക്കി. അതിന് മുമ്പ് മാറി മറിക്കേണ്ട നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. മാറി മറിക്കേണ്ട സംഭവം ബ്രിട്ടീഷുകാർ വന്ന് ഇല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൗസ് അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ക്ലോത്തിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് സ്റ്റഡീസ് ഇൻ ലിറ്ററേച്ചർ. അത് വന്ന പിന്നെ അതൊരു കാര്യമായിട്ട് അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർ മാറി മറിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഇവര് മറിക്കുന്നുണ്ട്, നമ്മൾ മറിക്കുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ അവിടെ ഒരു അൺടച്ചബിലിറ്റി ഇഷ്യൂ ആയി വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മാറി മറിക്കാനുള്ള ഇഷ്യൂ വരുന്നത്. കാരണം upper class is wearing that thing, but we were അടച്ചു വെച്ചിരുന്നെല്ലാം വീണ്ടും തുറന്നു കൊടുക്കണമെന്നാണോ ഞങ്ങൾ പറഞ്ഞത്? നമ്മളെ കൾച്ചർ ആണ് വെയർ ചെയ്യാത്തിരുന്നത്. അത് വെയർ നിങ്ങളുടെ കാലത്തല്ല ഞാൻ പറഞ്ഞത്. 200 വർഷം കോളനൈസേഷന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. ഈ അമ്പലത്തിലെ കൊത്തുപണികളൊക്കെ ചെയ്തിരുന്ന മറിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഡെമോളെ ഞങ്ങൾക്ക് ആരും നിങ്ങൾ തുറന്നു കിടക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ തന്നെ ഞാൻ ഇപ്പൊ ഞങ്ങൾക്ക് തുറന്ന് നടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇവര് പറഞ്ഞു. മാറി മറച്ച കാലം എന്ന് പറഞ്ഞോട് അതിനു മുമ്പ് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ മാറി മറിക്കേണ്ട സമയത്ത്
പിന്നെ പറയേണ്ട അല്ല, ആവശ്യമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് 13 ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അല്ലേ? അവരുടെ ഇതുപോലെ സമരത്തിനെ കുറിച്ച് വന്നപ്പോഴാണ് തിരിച്ചതിനെ കുറിച്ച് അതെ അതെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനി ഈ കോൺസിക്വൻസസിനെയൊക്കെ ഈ കാലഘട്ടം ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു. കൊല്ലുന്നത് മാത്രം കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ ഇത്രയും നല്ല കാലത്ത് ഉണ്ടായിരുന്നില്ല. മില്ലേനിയൽസിന്റെ കാലത്ത് കൊലപാതകം നടന്നിട്ടില്ല. ഇതുപോലെ മയക്കുമരുന്നോ മദ്യമോ പുകവലിയോ ഇതുപോലെയുള്ള അതായത് അതെ, അമ്മാവന്മാരെ ബീഡി വലിക്കുമ്പോ ഒരു കുഴപ്പമില്ല. അമ്മാവന്മാരല്ലേ കുഴപ്പമില്ല, അടുപ്പിലാവാലോ അവർക്ക്. അമ്മാവന്മാര് അവർക്ക് അടുപ്പിലാവോ, നമ്മൾ ചെയ്ത പ്രശ്നമല്ല. ഞങ്ങൾ ഇത്ര ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങൾ ഇത്ര ചിന്തിക്കുന്നുള്ളൂ. പരസ്യമായിട്ട് ചെയ്തു തുടങ്ങി. എനിക്കും പ്രായമായ ചെയ്തു തുടങ്ങുന്നുണ്ടല്ലോ, അതിനിപ്പോ എന്താ കുഴപ്പം? അല്ല അമ്മ അതിന് പ്രശ്നം കോൺസിക്വൻസസ് വരുമ്പോ അവർ തന്നെ അനുഭവിക്കണം. എനിക്കൂടെ ഒരു അവസരം തരും ബിജി ആൻഡേഴ്സ്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഡയമെൻഷൻ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ കറക്റ്റ് ആണ്. പക്ഷേ ഇത് പ്രകൃതി അനുശാസിക്കുന്ന ഒരു ചേഞ്ച് ആണ് നടന്നേ കഴിയത്തുള്ളൂ. ഇത് ഒരിടത്ത് മാത്രമല്ല, ഡേഞ്ചറസ് അല്ലേ? ആ ഡേഞ്ചറസ് കറക്റ്റ് ആണ് കുട്ടി പറയുന്നത്. അതായത് ഇത് ഡേഞ്ചറസ് അല്ലേ എന്ന് ചോദിച്ചാൽ, ഇത്തരം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഹിപ്പി കൾച്ചറിനെ നിങ്ങൾ അല്ല എങ്ങനെയാ കണ്ടിരുന്നത്? അല്ല ഇതിനകത്ത് ഒരു കൊലപാതകം നടന്നു എന്ന് പറയുന്ന അത് വളരെ മൈൽഡ് ആയിട്ട് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞു, ആ കുട്ടി ജിക്ക് ഇത് എത്രത്തോളം ചിന്തിച്ചു എന്ന് നോക്കാവരെ രക്ഷപ്പെടാം. ഇതിനകത്ത് ഇനി ഈ കുട്ടിക്ക് ആനുകൂല്യം കിട്ടും, പല ആനുകൂല്യങ്ങളും. ഇവിടെ നമ്മൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞാനും ബിജിയും ആൻഡേഴ്സും ഈവൻ ബെന്നി സാറും ധന്യയും ഉൾപ്പെടുന്ന ആൾക്കാർ വളർന്നു വന്ന ഒരു കാലത്ത് നമ്മൾ നമ്മുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ പോയിട്ടില്ലേ? നമ്മുടെ മുൻപത്തെ തലമുറയെ നമ്മൾ നിഷേധിച്ചിട്ടില്ല, പക്ഷെ അനുസരിച്ചിട്ടില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പിന്നെ നമ്മൾ അനുസരിക്കുന്നത് പോലെ പലതും കാണിച്ചു. നമ്മുടെ ഇഷ്ടങ്ങളിലെ മാത്രമല്ല, നമ്മുടെ താല്പര്യം മാത്രമല്ല സംരക്ഷിച്ചിട്ടുള്ളത്, കുടുംബത്തിന്റെ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ സൗകര്യമില്ല ആൾക്കാർക്ക്, അത് അവരുടെ ഇഷ്ടമാണ്. സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പഞ്ചായത്തിലെ ആൾക്കാരെ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മളോട് ഇഷ്ടമുള്ള, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ. ഇതിനകത്തൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്ന എവിടെയായിരുന്നു എന്നറിയോ? ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, എവിടെയായിരുന്നു അറിയോ? ഓരോ വീടുകളിലുമായിരുന്നു ഏറ്റവും കൂടുതൽ വയലൻസിന്റെ ഇരകൾ ആരായിരുന്നു അറിയോ? ഓരോ വീട്ടിലും കുട്ടികളായിരുന്നു. ഓരോ വീട്ടിലും കുട്ടികളായിരുന്നു. കാരണം അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റത്തില്ല, അവർക്ക് അഭിപ്രായം പറ്റത്തില്ല, അവർ അടിച്ചമർത്തലിന് എല്ലാ കാലഘട്ടത്തിലും വിധേയമായിരുന്നു. അവർക്കൊരു സാഹചര്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മളെല്ലാവരും ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെ പറ്റിയും നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പൊ അതാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഈ ടോക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആൾക്കാർ കാണുന്നത്. ഇതിന്റെ സാധ്യതകളെ എൻഹാൻസ് ചെയ്ത് സാധ്യതകളിലൂടെ ജീവിക്കുന്ന 10 വയസ്സുകാരനായ കോടീശ്വരനുണ്ട്, 10 വയസ്സുകാരനായ MA ബിരുദ, 10 വയസ്സുകാരനായ പിന്നെ ഓൺട്രപ്രണർ ഉണ്ട്. എന്തെല്ലാം തലത്തിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ 13 വയസ്സുകാരിയെ കൊട്ടേഷൻ കൊടുത്ത കൊലപാതകയുമുണ്ട്. ഇവിടെ ഇതിന്റെ ആരോഗ്യകരമായ ഒരു ഫിൽട്രേഷൻ എനിക്ക് തോന്നുന്നത് നമുക്ക് ആർക്കും നടത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നില്ല. അത് കാലം തന്നെ നടത്തേണ്ടതാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളിപ്പോൾ അതൊരു അടിച്ചമർത്തലിന്റെ സ്വരമായി. ജെൻസിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ സത്യനന്ദിക്കാടിന്റെ പടം കാണണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അവരോട് കാണണമെന്ന് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മളിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്ന അതുല്യ ഉൾപ്പെടുന്ന ജെൻസി കമ്മ്യൂണിറ്റി അവർ കള്ളം പറയാറില്ല. അവര് പല കാര്യങ്ങളിലും ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. വെരി ഓപ്പൺ. നമ്മുടെ തലമുറ അതൊരു വലിയ ഘടകമാണ്. നമ്മൾ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാരും മനസ്സിലായില്ലേ ഔട്ട്കംസ്. നമുക്കത് പേടിയുണ്ടായിരുന്നു. അതാണ് അല്ല ആ പേടി ജയിക്കെ പറഞ്ഞ പോലെ 13 വയസ്സുകാരി കൊന്നിട്ടുള്ള ഔട്ട്കം ഓർത്തില്ല. അത്രേ ഉള്ളൂ അവര് പറഞ്ഞത്. 10 വയസ്സായ കണ്ടുപിടിച്ചിട്ട് അവർക്കുണ്ടായ ഔട്ട്കം എന്താണ്? നമ്മളെന്താ ഓർക്കുന്നത്? നമ്മളിപ്പോ ഞാൻ പറയട്ടെ, അച്ഛൻ തല്ലിയത്, അമ്മ തല്ലി നമ്മളെ, അമ്മ നല്ലുണ്ട്, എന്റെ അമ്മ തല്ലിയെന്ന് ചട്ടതും പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ ഒരു മാർക്ക് വീട്ടിൽ പറഞ്ഞില്ല. പക്ഷെ അതിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. അത്
ഇപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മ അതൊരു വികാരത്തിൽ Sorry, ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് അച്ഛനോട് പോലും പറയുകയല്ലായിരുന്നു. അച്ഛനോട് പറഞ്ഞിട്ടില്ല ചെയ്തേ. കാര്യം എന്താണെന്നറിയാമോ? ഇത് രണ്ട് അല്ല ഞാൻ ഈ ജനറേഷൻ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലുള്ള വഴക്കിനേക്കാൾ രണ്ട് മതസ്പർദ്ധ ഉള്ള ആൾക്കാർ തമ്മിലുള്ള വഴക്കിനേക്കാൾ ഭീകരമായ ഒരു വിഷയമായി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു ഇത് രണ്ടും ശരിയല്ല. അല്ല രണ്ടും ശരി. ആ പോയിന്റ് ക്ലാരിഫൈ. അമ്മ അടിച്ചു, അതിനൊരു കാരണമുണ്ട്, അത് അച്ഛൻ അറിയണ്ട. ഏതാ? അപ്പൊ അമ്മ അടിച്ചു, നമ്മളത് തിരുത്താൻ തയ്യാറായി. വൈകിട്ട് അച്ഛൻ വന്നോട് ഓടിച്ചെന്ന് നമ്മൾ പറയത്തില്ല, അമ്മ എന്നെ അടിച്ചു, എന്താ കാരണം? അത് അടിക്കൊള്ളേണ്ടതാണോ എന്നേ പറയുള്ളൂ. അപ്പൊ നമ്മൾ ഓർക്കുന്നതന്നെ അമ്മ അടിച്ചു, അപ്പൊ ഇനി അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ തോട്ട് പ്രോസസ് അങ്ങനെ ആയിരുന്നു. ജികെ പുതിയ പിള്ളേരെ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് എത്രയോ ഉദാഹരണങ്ങൾ. ഞാൻ ഒരുപാട് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെന്ന നിലയിൽ അച്ഛനും അമ്മയും പൊന്നു പോലെ കൈ കൊണ്ട് നടത്തിയ മോള് MDMA കേസിൽ 3 മാസം അകത്തിടുന്നു. മനസ്സിലായോ? അമ്മയും അച്ഛനും തുറന്ന് വളർത്തിയതാ. എല്ലാം എന്തും ഇഷ്ടമുള്ള തുണി ആണുങ്ങളെ പോലെ മകളെ വളർത്തി, ആണുങ്ങൾ ഇടുന്ന ഡ്രസ് എല്ലാം അതാണ് പറഞ്ഞത്. 3 മാസം ആണുങ്ങളെ പോലെ എന്നല്ല പറഞ്ഞത്. അല്ല ആണുങ്ങളെ പോലെ ഏത് സമയത്തും ചെയ്യാം. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾ ചെയ്തോ, പക്ഷെ എവിടെയെങ്കിലും കിടക്കും, അത്രേ ഉള്ളൂ. ആണുങ്ങളും കിടക്കുന്നത് കാണാറില്ല. അപ്പൊ നിങ്ങൾ നാളെ നമ്മൾ നടന്നു പോകുന്നത് ഞാൻ പറയാലോ, 17, 18 വയസ്സിൽ ഇതിലും കൂടുതൽ ഊർജ്ജത്തിൽ ഓടിച്ചാടി നടന്ന ഞങ്ങളൊക്കെ. ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഭയമില്ലായിരുന്നു. ഞങ്ങൾക്കൊരു ബസ്സിൽ കയറാനോ ഒരു കാറിൽ കയറാനോ എത്ര കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ള സമയം ഫുള്ള് 60 മേലെ തന്തമാരായിരുന്നു. അപ്പോഴോ അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഞങ്ങളൊക്കെ ഇറങ്ങിയതാണ്, ഞങ്ങളാരും ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളെക്കാളും കൂടുതൽ ഇറങ്ങി നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വിചാരം ഇപ്പൊ ഈ നടക്കുന്ന ഈ ഇതിലെടുത്തേച്ച് ഞങ്ങൾ ഇവിടെയാണ്, ഇതാണോ ജീവിതം? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അല്ല ഇവര് പറയുന്ന ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ നല്ല രീതിയിൽ ജീവിക്കുന്നത്. താങ്ക് യു. ജീവിക്കണം തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ വന്നിരുന്നത്. അല്ല ബിജി, ഇതിനകത്തൊരു നമ്മളിപ്പം മനസ്സിലാക്കി, ഇപ്പം ഇത് നമ്മൾ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, നമ്മളെയൊക്കെ തല്ലി വളർത്തിയ കൂട്ടത്തിലാണ്. അതൊരു കാലഘട്ടത്തിന്റെ പേരന്റിങ് ആയിരുന്നു. അത് നമ്മളെ എല്ലാം തന്നെ ശിക്ഷിച്ച് കുറ്റവും ശിക്ഷയുടെയും തലത്തിലായിരുന്നു. ഇപ്പൊ ആ ഒരു തലം എന്ന് പറയുന്നത് വർക്കൗട്ട് ആവത്തില്ല. അതിവിടെ മാത്രമല്ല, ലോകത്തോരോരുത്തരും. ഇതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ മാറുമറയ്ക്കലിന്റെ കഥ നിങ്ങൾ പറഞ്ഞു തുടങ്ങി. ഈ മാറുമറയ്ക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നടന്ന് മുലമുറിച്ച സമരം ഉൾപ്പെടെ പറയുമ്പം നമ്മൾ അതിനെ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലോകത്ത് 90% രാജ്യങ്ങളിലും അക്കാലത്ത് മാറുമറച്ചിരുന്നില്ല. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉൾപ്പെടെയുള്ള, സിംഗപ്പൂരിൽ ഉൾപ്പെടെയുള്ള, ലണ്ടനിൽ ഉൾപ്പെടെയുള്ള, അമേരിക്കയിലുള്ള അക്കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് മാറ് അശ്ലീലമായിരുന്നില്ല, അവർ മറച്ചിരുന്നില്ല. നിങ്ങൾ ലോകത്തെ മുഴുവൻ നോക്കണം. അതിന് കുട്ടി പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ഇതിനൊരു ബ്ലൗസ് എന്ന് പറഞ്ഞ് കണ്ടെത്തി, ബ്ലൗസ് കാണിച്ചു കഴിഞ്ഞപ്പം മുതൽ പിന്നെ അതെ, അത് പിന്നെ ക്ലീവേജ് കാണുന്നത് പോലും കൗതുകമായി മാറുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്നത് പോലെ ലോകത്തെമ്പാടും സ്ക്രീൻസ് നിന്നും ഡിറ്റാച്ച്മെന്റ് ക്ലിനിക് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ആൾക്കാരെ ചികിത്സിക്കുന്നത് പോലെയുള്ള ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എപ്പോഴും ഒരു തലമുറ ഇരയാകും. കുറെ പേര് മരിക്കും, കുറെ പേര് ബുദ്ധിമുട്ടും, പക്ഷെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകും. അതൊരു യുദ്ധം പോലെയാണ്. യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമായി അമ്പെയ്തും വെടിയേറ്റും ഒക്കെ മരിക്കുന്നത് പോലെ ഒരു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് ആർ ഇൻവെന്റഡ് ടു സേവ് ഹ്യൂമൻ ടൈം എന്നാണ്. എന്താണ് വളരെ പവിത്രമായ ലോകത്തെ മാറ്റിമറിച്ച കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും കണ്ടെത്തിയതിന്റെ ലക്ഷ്യം മനുഷ്യന് ഗുണം ചെയ്യാനും മനുഷ്യന്റെ വർക്ക് ഈസിയാക്കാൻ വേണ്ടിയല്ല. ലോകത്തെല്ലായിടത്തും അങ്ങനല്ലേ? ഗ്രോസറി കട മുതൽ നമ്മുടെ വീട് മുതൽ നമ്മുടെ പഠനം മുതൽ എല്ലാം നമ്മൾ കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും വഴിയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായി വരുന്ന ചില തലങ്ങളുണ്ട്. അത് ഈ ജനതയെ സ്വാധീനിക്കാതിരിക്കണമെന്ന് നമ്മൾ പറയുന്നിടത്ത് പറ്റുകയില്ല. കമ്പ്യൂട്ടറും മൊബൈലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ശിക്ഷിച്ച ശിക്ഷണത്തിന്റെ തലത്തിൽ
അവരെ ശിക്ഷിക്കാൻ നോക്കിയാൽ, വഴി നടത്താൻ നോക്കിയാൽ അവർ നിന്ന് തരില്ല. പക്ഷെ സ്നേഹിച്ചാലും ഇല്ല സ്നേഹിച്ചാലും ഇല്ല. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. സ്നേഹിച്ചാലും വരുന്നില്ല എന്ന് പറയുന്നത് ഒരു വിഷമകരമായ പോയിന്റ്. അത് നമുക്ക് ചർച്ച ചെയ്യാം. ആ സങ്കടവും സ്നേഹവും എന്തുകൊണ്ട് പുതിയ തലമുറ തിരിച്ചറിയുന്നില്ല? നിങ്ങൾ കുറച്ച് മുമ്പ് തന്നെ ബിജി അബൂബക്കർ പറഞ്ഞ, അല്ലെങ്കിൽ ധന്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് വീട്ടിൽ മൊബൈൽ വേണമെന്ന് വന്ന് പറയുന്ന കുട്ടിയുടെ അടുത്ത് മുൻപ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ, അച്ഛൻ എനിക്ക് സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, എടാ ഇതും ഇപ്പം അച്ഛൻ്റെ പൈസ ഇല്ല, ഞാൻ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഈ തലമുറ എടുത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ വേണ്ട, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇപ്പം തരത്തില്ല എന്ന് കുറച്ച് മുമ്പ് പിന്നെ ബെന്നിച്ചേട്ടൻ പറഞ്ഞു. മൊബൈൽ ഫോൺ അഫോർഡ് ചെയ്യാവുന്ന ആൾക്കാർ മേടിച്ചു കൊടുക്കാതിരിക്കുന്ന സമയത്തേക്ക് കുട്ടികളുടെ മനസ്സിൽ ഭയങ്കരമായ ഒരു ഒഫൻഡിങ് രൂപപ്പെടുന്നു. റിവെഞ്ചായി മാറും. സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ല, ആ ഒരു തലം എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നമുക്ക് ചർച്ച ചെയ്യണം. നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഈ തലമുറയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ജനിച്ച ഒരു 1.5 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് പണ്ട് നമ്മള് കാക്കേനെയും പൂച്ചേനെയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചോറ് കൊടുത്തോണ്ടിരുന്നത്. ഇന്ന് ഫോൺ കൊടുത്ത് അതിൽ അവരെ അവരത് ചെയ്യുന്നത്. ഫോൺ കൊടുക്കുന്നത് ജെൻസി പാരന്റ്സ് ഏതായാലും തൊട്ട് 2012 വരെയുള്ള ആൾക്കാരാണ് ജെൻസി. ഇതിലുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോ ഫോൺ കൊടുത്ത് കുട്ടികൾക്ക്. അതാണ് മാറ്റം എന്ന് പറയുന്നത്. ആൾക്കാർ പക്ഷേ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലാന്ന്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നു, ആൾക്കാർ അതൊരു ഓപ്ഷനായി എടുത്തു, അത് കാണിച്ചു കൊടുത്ത്. പിന്നെ ഇന്ന് ജനിക്കുന്ന കുട്ടികളെ, ഇന്ന് നിങ്ങൾ ഒരു ഫോണും കാണിക്കണം. ഇന്ന് ജനിക്കുന്ന കുട്ടികൾ നിങ്ങൾ കാക്കാനും പൂച്ചനും കാണിച്ചിട്ട് ചോറ് കൊടുക്കാൻ നോക്കി അത് ചോറ് കഴിക്കുകയല്ല. മൊബൈൽ ഫോൺ പറഞ്ഞിട്ട് അത് തരാൻ വേണ്ടി പറയും. അതെനിക്ക് റീസൺ ഉണ്ട്. അതെന്തുകൊണ്ടാണ് ശീലം എന്ന് പറയുന്നത്, ഈ കൊച്ചുങ്ങളുള്ള സമയത്ത് തന്നെ ഈ പാരന്റ്സ് ഫോൺ യൂസ് ചെയ്യുന്നത്. ആ പാരന്റ്സ് ഞാനല്ലോ, ആ പാരന്റ്സ് അല്ലേ പാരന്റ്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇപ്പോഴുള്ള തലമുറ ആത്മാർത്ഥത ഇല്ലാത്തതാണ്, ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മളിൽ നിന്നാണ്. നമ്മൾ 24 മണിക്കൂറും ഫോണിലാണ്. ഞാൻ ഓഫീസിൽ നിന്ന് വന്നാൽ പോലും ഇത് 1 മിനിറ്റ് പോലും ഞാൻ അത് എല്ലാം അതിലാണ്. മക്കളത് കണ്ടാണ് പഠിക്കുന്നത്. പറഞ്ഞ പോയിന്റ്, ഇപ്പൊ ഈ ഫോൺ മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ കൊച്ചിന് മേടിക്കാം. പക്ഷെ അപ്പോഴും കുട്ടികൾ നോക്കുന്ന അങ്ങനെയല്ല. എന്റെ ഇപ്പൊ നിങ്ങൾ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയുമ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലാവരും അവിടെ ഒരു കാര്യം, ഇപ്പൊ 2 വയസ്സുള്ള എന്റെ മകൻ, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന് 2 വയസ്സല്ല, അവൻ നമുക്ക് തുല്യരാണ്. അവൻ സംസാരിക്കുകയൊക്കെ 3 വയസ്സുള്ള മകള് അവര് സംസാരിക്കുന്ന, അവര് നമ്മുടെ തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് മൊബൈൽ വേണ്ട എന്ന് പറയുന്ന രീതി ഒന്ന് മാറിയേ മതിയാകും. അവർക്ക് മൊബൈൽ വേണ്ട എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവരുടെ പ്രായത്തിൽ അവർക്ക് മൊബൈൽ വേണ്ട എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. അവർ അച്ഛന് മൊബൈലുണ്ട്, അമ്മയ്ക്ക് മൊബൈൽ, അമ്മൂമ്മയ്ക്ക് മൊബൈലുണ്ട്, വല്യച്ഛന് മൊബൈലുണ്ട്, കുഞ്ഞമ്മയ്ക്ക് മൊബൈലുണ്ട്. അപ്പൊ എനിക്ക് മൊബൈൽ വേണം എന്നുള്ളൊരു സാധനമാണ്. അതിനെ എങ്ങനെ കൃത്യമായി കൺവേർട്ട് ചെയ്ത് എത്തിക്കാം എന്നുള്ളത് വലിയ പഠനമാക്കേണ്ടിയിരിക്കും. എന്റെ മോള് കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിട്ട് കാര്യം ചോദിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു, മോളെ അത് ഇപ്പം എന്താ പറഞ്ഞു, നമുക്ക് അടുത്ത സ്റ്റേജിൽ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. ഇപ്പൊ അവളെ എൻ്റെ അടുത്ത് മെഡിക്കൽ വെച്ചു. അപ്പന് കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ പോകാൻ വേണ്ടി പറ്റും. എനിക്ക് എന്തുകൊണ്ട് ഞാൻ അതിനേക്കാളും എത്രയോ അപ്പം കൊടുക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എത്രയോ പെർസെന്റേജ് കുറഞ്ഞ ഒരു സാധനമാണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അത്യാവശ്യമായുള്ള ഒരു സാധനമാണ്. അപ്പൻ അതിൽ പറഞ്ഞാൽ അവരത് സമ്മതിക്കില്ല. ഫൈനലി എന്താണ് ഞാൻ അതിന് ചെയ്തു കൊടുക്കേണ്ടത്, മനസ്സിലായി? അപ്പൊ നമ്മൾ അതിനകത്ത് 2 തലങ്ങളുണ്ട്. എനിക്ക് ചെയ്തു കൊടുക്കാതിരിക്കുക, എനിക്ക് അവളോട് ആർഗ്യൂ ചെയ്യാം. അപ്പൊ അവൾക്ക് വിഷമമാകും, അവൾക്ക് ചിലപ്പോൾ എന്നോട് ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ദേഷ്യമാകാം, ചിലപ്പോൾ വൈരാഗ്യമാകും. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതിന്റെ അകത്ത് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടുന്നത് നമുക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് പ്രൊവൈഡഡ് ആകാൻ ഉള്ള കാലമായില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കേണ്ടിയിരിക്കും. പേരൻസ് പഠിക്കേണ്ടത് ആ തലത്തോടു കൂടി ഒരു പക്ഷേ പ്രശ്നങ്ങൾ പലതും തീർന്നേക്കാം. 8 വയസ്സുകാരനും 10 വയസ്സുകാരനും മൊബൈൽ ഫോണ് ആവശ്യമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സംഭവമുണ്ട്. കൊറോണ വന്ന സമയത്ത് അച്ഛനമ്മയും വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഫോൺ വേണം. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് നമ്മൾ ഓൺലൈനിൽ ഫോണിൽ തന്നെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അച്ഛൻ്റെ അമ്മയുടെ ഫോൺ എനിക്ക് തന്നിട്ടില്ല. അന്ന് എനിക്ക് പുതിയ ഫോൺ തന്നെ മേടിച്ചതെന്ന്. അപ്പൊ അത് ആവശ്യകത ആയിരുന്നല്ലോ ആ സമയത്ത്. ആ സമയത്ത് അത് ഇതിനകത്തൊരു സാധനം വെച്ചാൽ അതിലേക്ക് ആവശ്യമുള്ള ഫോൺ ആവശ്യമുള്ളതാണ്, പഠിക്കാൻ ആവശ്യമുള്ളതാണ്, ജോലിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ
വാങ്ങിത്തരണം. എന്നാൽ അതുല്യക്ക് ആവശ്യമില്ലാത്തതാണ് അതുല്യ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും എങ്കിൽ അതുല്യക്ക് മനസ്സിലാവുന്ന തലത്തിൽ അത് പറഞ്ഞു ബോധിപ്പിക്കാനുള്ള ഒരു സ്പേസ്, ആ ഒരു സ്പേസ് വീട്ടിലും അധ്യാപകരിലും ഞങ്ങളെ പോലുള്ള മുതിർന്നവർ ഉണ്ടാക്കിയെടുക്കാനുള്ള ക്രിയാത്മക ശേഷി ഉണ്ടാവും. അല്ലാതെ നിനക്ക് മൊബൈൽ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഒഫൻഡ് ആവും. അതല്ല, അതിനെ ആ ഒരു തലത്തിൽ കൊണ്ടുപോയി മനസ്സിലാക്കി അതിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങളുടെ മുൻപത്തെ ജനറേഷൻ കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ ജനറേഷൻ പരാജയമായി നമ്മളത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ ഒരു പരാജയം കൂടിയാണ്. എന്താണെന്നറിയോ ജിക്കെ, നമ്മുടെ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞത് പണ്ടിപ്പോ നമ്മൾ സ്കൂളിലൊക്കെ പോയാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ എക്സൈറ്റ്മെന്റ്സ് ഉള്ളവരും സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു സൊസൈറ്റി ആണല്ലോ, സ്കൂള് നമ്മുടെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മുടെ താമസിക്കുന്ന സ്ഥലം ഇങ്ങനെ ഇന്ന് കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഈ ഗെയിം കാര്യങ്ങളൊക്കെ ഇവരുടെ ചർച്ചയിൽ അനുവദിക്കുന്നില്ല, കളിക്കുന്നില്ല. രണ്ടാമത് ജിക്കെ, പഠനം എന്ന് പറയുന്നത് അത്ര വലിയ ആസ്വാദ്യകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ഇന്ന് നിലവിലില്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ പൊളിച്ചെഴുതണമെന്ന് നമ്മൾ പല പ്രാവശ്യം പറയുമ്പോഴും ഞാൻ ചോദിക്കുക, 7ാം ക്ലാസ് വരെ എന്റെ ഒരു അഭിപ്രായം, ഒരു 7ാം ക്ലാസ് വരെയൊക്കെ ഒരു കൊച്ചിനെ ഈ സയൻസും മാത്സും ഒക്കെ നിർബന്ധ വിഷയമായിട്ട് പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് 8, 9, 10 സ്കില്ലിലേക്കും അവന് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ പോകുക എന്ന രീതിയിൽ ഇത് മാറ്റുക. അപ്പൊ എന്താന്ന് വെച്ചാൽ അവൻ ഇഷ്ടമുള്ള സബ്ജക്ട് പഠിച്ചാൽ മതി. ഇത് 8ലും 9ലും വരുമ്പോ ഈ കണക്കും സയൻസും ഒക്കെ പഠിച്ച് ചില പിള്ളേർക്ക് ഇതൊന്നും മനസ്സിലാവുന്ന പോലും ഉണ്ടാവില്ല. ചിലർക്ക് താല്പര്യം കാണുകയില്ല, പക്ഷെ അവന് ഒരുപാട് സ്കില്ല് വേറെ കാണും. കലയില്ല, കളികളില്ല, എല്ലാം കുറഞ്ഞു. ഇതൊക്കെ ഒരു മത്സരത്തിന് വേണ്ടി നമ്മൾ ഏഷ്യയിലെ വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ കലോത്സവം നടന്നില്ലേ, പണക്കാരുടെ ബഹുഭൂരിപക്ഷം പണമുള്ളവർ മാത്രം പങ്കെടുക്കാവുന്ന, ഭംഗിയുള്ളവർക്ക് മാത്രം എന്തൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് പോലും ഒരു തിരുവാതിര കളിയിലോ ഒരു ഒപ്പനയിലോ വെളുത്ത കുട്ടികളെ മാത്രമല്ലേ എടുക്കുള്ളൂ. ഇന്നും സ്കൂളുകളിൽ കാശ് മുടക്കി പഠിപ്പിക്കുന്നുണ്ടേ മാഷ് ആദ്യം വന്ന് കാണാൻ നല്ല പിള്ളേരെ അല്ലേ എടുക്കുകയുള്ളൂ, കാണാൻ നല്ല പിള്ളേർ മതി. അപ്പം നമ്മുടെ ഡിസ്ക്രിമിനേഷൻ പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, പോകുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും സ്കൂളുമെല്ലാം കുറച്ചും കൂടെ കുട്ടികളുടെ മാനസിക നിലയെ കണക്കിലെടുത്തുകൊണ്ട് സിലബസ് മെച്ചപ്പെടുത്തേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. എന്തെന്ന് വെച്ചാല് ഈ സൈൻ തീറ്റ കോസ് തീറ്റ നമ്മളും പഠിച്ചു, ഇപ്പോൾ ഉള്ള പിള്ളേരും പഠിക്കുന്നുണ്ട് ഇല്ലേ? ഇത് ആവശ്യമുള്ളവർ മാത്രമല്ല, അല്ലാത്തവർ A+B ഇപ്പോഴും പഠിക്കണം. പക്ഷെ 8 വയസ്സൊക്കെ, ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ ഇവന് ഇഷ്ടമുള്ള തലങ്ങളിലേക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്കൊക്കെ പോകേണ്ട രീതിയിലൊക്കെ നമ്മുടെ സിലബസ് മോഡിഫൈ ചെയ്ത്, ഇതൊക്കെ വലിയ സബ്ജക്റ്റാ. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന ഈ മോള് സംസാരിക്കുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിൽ GK പറഞ്ഞാലേ നമ്മുടെ തോട്ട് പ്രോസസ്സ് ചെല്ലില്ല. അല്ല, അതിനകത്ത് 2 കാര്യമുണ്ട്. രണ്ടുപേരും സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത്, ഒന്ന്, ഈ തലമുറയെ നമ്മൾ പരിഹസിക്കുകയാണോ എന്നവർ സംശയിക്കുന്നുണ്ട്. രണ്ട്, അത് നമ്മുടെ തെറ്റാണ്. മനസ്സിലായില്ലേ? നമ്മുടെ തലമുറ നമ്മളെ വഴക്ക് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ നമുക്ക് അന്നത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇവർക്കത് മനസ്സിലാക്കാൻ ഇവരെ നമ്മൾ അതേപോലെ നമുക്ക് കിട്ടിയത് അതേപോലെ കൊടുക്കാൻ നോക്കുകയാണ്. ഒന്ന്, അവരെ പരിഹസിക്കാൻ നോക്കുന്നു. 2, അവരുടെ അവസരങ്ങളെ നമ്മൾ നിഷേധിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ സംശയിക്കുന്നുണ്ട്. അല്ല, സംശയിക്കുന്നുണ്ട്. 3, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനകത്തൊരു കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ലിറ്ററസി ഇഷ്യൂ ഉണ്ട്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനേക്കാൾ ലോകപരിചയം മൊബൈലിലൂടെ കുഞ്ഞിനുണ്ട്. അമ്മയുടെ മൊബൈലിന്റെ ലോക്കിട്ട് കൊടുക്കുന്നത് കുഞ്ഞാണ്. അമ്മയുടെ മൊബൈലിന്റെ അച്ഛന്റെ മൊബൈലിന്റെയും സീക്രട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞാണ്. അപ്പം അറിയാതെ ഇവൻ അവരെയൊക്കെ മുകളിലായി. അങ്ങനെ തലമുറ ജീവിക്കുമ്പം സ്വാഭാവികമല്ലേ ഈ കോൺഫ്ലിക്റ്റ്? വളരെ ഇപ്പൊ ഞാൻ ബിജി പറയുന്നതും ആൻഡേഴ്സൺ പറയുന്നതും ധന്യ പറയുന്നതും അല്ലെ ബെന്നി സാർ പറയുന്നതും അതുല്യ പറയുന്നതും കേട്ടിരിക്കുമ്പോൾ എനിക്ക് 5 ശരികളായിട്ടാണ് തോന്നുന്നത്. ഇത് 5ഉം ശരിയാണ്. ഇവിടെ 4 ശരിയും 1 തെറ്റും, അല്ലെങ്കിൽ 2 ശരിയും 3 തെറ്റും അല്ല, എല്ലാം ശരിയാണ്. എല്ലാം പെർസ്പെക്റ്റീവാണ്. നമ്മുടെ സമൂഹം ഉൾപ്പെടെ, നമ്മളെ പാരന്റിങ് ഉൾപ്പെടെ ഈ യുവ തലമുറയെ എങ്ങനെ നന്നായി വളർത്താം എന്നുള്ളത് നമ്മളാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് അവരെ നേർവഴിക്ക് നടത്താം, അവരെ എങ്ങനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചിന്തിച്ചാലും പുറത്ത് പോയി വളരുമല്ലോ പിള്ളേർ, വീട്ടിൽ തന്നെ ഇരിക്കില്ലല്ലോ. പുറത്ത് പോകുമ്പോൾ അവർ അവിടെ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആവും. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബാക്കിയുള്ളവർക്ക് ഫോൺ കാണുമ്പോൾ ഇവർക്ക് തോന്നും മദ്യത്തിന് അടിമയായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒരുപാട് 500 കുട്ടികളാണ് പറഞ്ഞു പഠിക്കാനായിട്ട്. പണ്ടത്തെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ ഇവിടെ ബിവറേജില് ഇതിന്റെ കുറവാണ്. ജെൻസി ആൾക്കാർ വെള്ളം അടിക്കുന്നില്ല.
അപ്പൊ അവര് മയക്കുമരുന്നാ യൂസ് ചെയ്യുന്നേ. ഉപയോഗിക്കുന്നത് നിങ്ങൾ വിചാരിച്ചു അവര് ഒട്ടിച്ചു വെച്ച് കാര്യം നടക്കുന്നുണ്ട്. അത് ഓക്കെ, തൽക്കാലം നമുക്കൊന്ന് കൺക്ലൂഡ് അത് ഇവരെന്നെ തീരുമാനിക്കണം. ഞങ്ങൾ ഓടിക്കാൻ തുടങ്ങിയത്. അതെ. അപ്പോൾ അവസാനമായി നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ധന്യ പറഞ്ഞു, ബിജി പറഞ്ഞു, അതുല്യ പറഞ്ഞു, 3 സ്ത്രീകളുടെ പേര് പറഞ്ഞു, 2 പുരുഷന്മാരുടെ പേര് പറഞ്ഞില്ലെന്നുള്ളൂ. അതായത് നമ്മളിൽ നിന്ന് അവർ മുതിർന്ന തലമുറയിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. എന്നാൽ ചിലപ്പം നമ്മൾ ചിന്തിച്ചു പോകുന്നു, പുതിയ തലമുറയിൽ നിന്ന് മുതിർന്ന തലമുറയും ചിലത് പഠിക്കാനില്ലേ? ആ ഒരു കോർഡിനേഷൻ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇൻ്റർനെറ്റ് ലോകത്തുണ്ടാക്കിയ മാറ്റം നന്നായി ലോകത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയല്ലാതെ നമുക്ക് ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.